കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. വിശുദ്ധ സഭായോഗത്തിൻ്റെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ ധന്യവര നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നിൻ്റെ ദൈവവചനചിന്തയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ 126 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യം പ്രാരംഭമായി വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. 126 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യം. വിത്ത് ചുമന്ന് കരഞ്ഞ് വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ട് വരുന്നു. ഒരു കൃഷിയിടത്തിൽ സംഭവിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെയാണ് ഈ വരികളുടെ അകത്ത് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നത്. വിശുദ്ധ ബൈബിള് മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ബൈബിളിൻ്റെ അകത്ത് കണ്ണുനീരിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൻ്റെ അകത്ത് ഞരക്കത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൻ്റെ അകത്ത് നിശബ്ദതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൻ്റെ അകത്ത് തോൽവിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൻ്റെ അകത്ത് വിജയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ കടന്നു പോകുവാൻ സാധ്യതയുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വളരെ ആധികാരികമായി പഠിപ്പിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഞരക്കത്തെക്കുറിച്ചും കണ്ണുനീരിനെക്കുറിച്ചും തോൽവിയെക്കുറിച്ചും നിശബ്ദതയെക്കുറിച്ചും ഏകാന്തതയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശുദ്ധ ബൈബിൾ സംസാരിച്ചിരിക്കുന്നത് ആർപ്പിനെക്കുറിച്ചാണ്. സ്തോത്രം. ഒരിക്കലും കണ്ണുനീരിൽ അവസാനിക്കേണ്ട ഒന്നല്ല ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ ജീവിതം. ആർപ്പോട് കൊയ്യും. ആർപ്പ് എന്ന് പറയുമ്പം മനുഷ്യനതിനെ തെറ്റിദ്ധരിക്കാൻ ഒത്തിരി സാധ്യതയുണ്ട്. എല്ലാ ബഹളങ്ങൾക്കും നമ്മൾ ആർപ്പെന്നാണ് പറയുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൽ പഠിക്കുമ്പം വെറൊരു നോയ്സ് അല്ല, വെറൊരു സൗണ്ട് അല്ല ആർപ്പ്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. വാക്കുകൾ അപ്രസക്തമാകുമ്പോൾ, വാക്കുകൾക്ക് സംവദിക്കുവാൻ കഴിയാതെ നിൽക്കുമ്പോൾ ദൈവജനത്തിൽ നിന്ന് പുറപ്പെടേണ്ട ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ആർപ്പ്. സ്തോത്രം. 47 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 47 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ, ജയഘോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആർക്കുവീൻ. അപ്പോൾ എല്ലാ ജാതിയിൽ നിന്നും വേർതിരിക്കപ്പെട്ട ആളുകൾ, സ്തോത്രം, അവരെ ദൈവം നിർബന്ധിക്കുക, അവരെ ആഹ്വാനം ചെയ്യുക, ദൈവത്തിന് മുമ്പാകെ ആർക്കുവീൻ. ഇവിടെ നമ്മൾ വായിച്ച കുറിവാക്യം പറയുക, കണ്ണീരോടെ വിതയ്ക്കുന്നവൻ. അപ്പൊ കണ്ണീരൊരു വിത്ത. കണ്ണീരിൽ വിത്ത് വിതച്ചവരോടൊക്കെ പറയുക, ആർപ്പിൻ്റെ ഒരു കൊയ്ത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ദൈവവചനം നിർബന്ധിക്കുക ആർക്കുവാനായിട്ട്. എന്താ ഈ ആർപ്പിൻ്റെ സാധ്യത? ന്യായാധിപന്മാരുടെ പുസ്തകം 7 അധ്യായം 20-21 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാ കാണുവാൻ കഴിയുന്നത്. 3 കൂട്ടവും കാകളമൂതി കുടങ്ങൾ ഉടച്ചു, ഇടത്ത് കൈയിൽ പന്തവും വലത്ത് കൈയിൽ ഊതുവാൻ കാകളവും പിടിച്ചു. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ എന്ന് ആർത്തു. അവർ പാളയത്തിൽ ചുറ്റും ഓരോരുത്തൻ താൻ്റെ നിലയിൽ തന്നെ നിന്നു. പാളയമെല്ലാം പാച്ചിൽ തുടങ്ങി, അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. അപ്പോൾ ഒരു കാര്യം അറിയണം, ദൈവമക്കൾ ദൈവത്തിൻ്റെ മുമ്പാകെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായ ആർപ്പിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പാളയത്തിൽ പാച്ചിൽ തുടങ്ങും. നിൻ്റെ വീടിനകത്ത്, എൻ്റെ നന്മയ്ക്കെതിരെ, എൻ്റെ തലമുറയുടെ ഭാവിക്കെതിരെ വെല്ലുവിളി ഉയർത്തുന്ന ഏത് ശത്രുവിൻ്റെ പദ്ധതികളാണെങ്കിലും അതിനെ അതിജീവിക്കാൻ ദൈവം തൻ്റെ ജനത്തിന് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു സാധ്യതയാണ് ദൈവം മുമ്പാകെ ആർക്കുന്നവരായി നാം മാറണം. ന്യായാധിപന്മാരുടെ പുസ്തകം 7 അധ്യായം 3 കാര്യമാണ് നമ്മുടെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 7 അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ദൈവനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ വിശ്വാസത്തെ ദൈവം പരിശോധിക്കും. മൂല്യമുള്ളതൊക്കെ പുറത്തു വരണമെങ്കിൽ അതിന് പരിശോധനകളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തെ ദൈവം പരിശോധിക്കും. അപ്പം തന്നെ ന്യായാധിപന്മാർ 7:9 മുതൽ 15 വരെയുള്ള വാക്യം നിങ്ങൾ മനസ്സുരുത്തി വായിച്ചാൽ വിശ്വാസത്തെ ദൈവം പരിശോധിക്കുക മാത്രമല്ല ചെയ്യുന്നത്, വിശ്വാസത്തെ ദൈവം പ്രോത്സാഹിപ്പിക്കും. സ്തോത്രം. നമ്മുടെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ 2 കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത്. 1, പുതിയൊരു വാഗ്ദത്തം ദൈവം നമുക്ക് നൽകും. 2, പുതിയൊരു അടയാളം നമുക്ക് ദൈവം നൽകും. ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന 2 കാര്യമാണ്. ഇതുവരെ ഇല്ലാത്തൊരു വാഗ്ദത്തവും നമുക്ക് നൽകും, ഇതുവരെ ലഭിക്കപ്പെടാത്ത ഒരു അടയാളവും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്കായി ഒരുക്കും. നമ്മുടെ ദൈവം നമ്മളെ പരീക്ഷിക്കും വിശ്വാസത്തെ. അപ്പം തന്നെ നമ്മുടെ ദൈവം നമ്മുടെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കും. ന്യായാധിപന്മാർ 7:15 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ദൈവം പരിശോധിക്കുക മാത്രമല്ല,
നമ്മുടെ വിശ്വാസത്തെ ദൈവം പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ വിശ്വാസത്തെ ദൈവം ആദരിക്കുകയും ചെയ്യും. ഇന്ന് പകൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്നും പരിശോധനയല്ല, എന്നും പ്രോത്സാഹനമല്ല, അതിനപ്പുറത്ത് എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തു വെച്ച ചില സ്റ്റെപ്പുകളെ എൻ്റെ ദൈവം ഓണർ ചെയ്യുന്ന, എൻ്റെ ദൈവം ആദരിക്കുന്ന ഒരു മാന്യതയുടെ കാലം. ഈ പകൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ചിലരോട് ഞാൻ ഈ പകൽ ആത്മനിയോഗത്തിൽ ഓർപ്പിക്കുക, നിങ്ങളുടെ ഒരു ആർപ്പിൻ്റെ കാലം വരാൻ പോവുക, നിങ്ങളുടെ ഒരു മാന്യതയുടെ കാലം വരാൻ പോവുക, നിങ്ങൾ ആദരവ് പ്രാപിക്കുന്ന ഒരു കാലം വരാൻ പോവുക. നിങ്ങൾ ഒത്തിരി കണ്ണീരൊഴുക്കി ഒരാളാ, നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ച ഒരാളാ, നിങ്ങൾ ഒത്തിരി ദുഃഖിച്ച ഒരാളാ. നിങ്ങളെ നോക്കി ഞാൻ പറയുക, ദൈവസന്നിധിയിൽ ഒഴുക്കിയ ഒരു കണ്ണുനീരും വെറുതെയല്ല. ദൈവസന്നിധിയിൽ ഒരുക്കിയ ഒരു പ്രാർത്ഥനയും ചുമ്മാതല്ല. ക്രിസ്തു ജീവിതം ചുമ്മാതെ കറങ്ങിത്തീരുന്ന ജീവിതമല്ല. നീ എവിടെങ്കിലുമൊക്കെ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ, നീ എവിടെയൊക്കെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ മതിൽ നിന്റെ മുമ്പിൽ നിന്നെ ചുറ്റിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കുക, ആ മതിലിൻ്റെ അടിവാര വിളകുന്നത് നീ കാണും. ഹല്ലേലൂയ. ചില പ്രത്യേക വിഷയങ്ങളുടെ നടുവിൽ കുറേ ദിവസമായിട്ട് ചുറ്റി നടക്കുക അല്ലേ? ഞാൻ ഈ പകൽ നിങ്ങളോടൊരു ദൂത് പറയുക, നിങ്ങളെ ചുറ്റിക്കുന്ന വിഷയത്തിനകത്ത് അതിൻ്റെ അടിത്തറ ഇളകുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾ കാണും. എരികോ മതിൽ സാധാരണ ഒരു മതിലല്ല. 25 അടി പൊക്കവാ അതിനുള്ളത്, 6 അടി വീതി അതിനുള്ളത്. 6 അടി വീതിയിൽ 25 അടി പൊക്കത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മതിൽ. പക്ഷേ ഈ പകൽ നീ പറ, എത്ര വീതിയുള്ളതാണെങ്കിലും, എത്ര നീളമുള്ളതാണെങ്കിലും, എത്ര ബലവത്തായ അടിത്തറയാണെങ്കിലും, ആർക്കുന്ന ദൈവത്തിൻ്റെ പൈതല്, വിശ്വാസം പ്രഖ്യാപിക്കുന്ന ദൈവത്തിൻ്റെ പൈതല്, സന്തോഷത്തോടെ സ്വത്രം ചെയ്യാൻ പറ്റുന്നവരൊക്കെ കര ഉയർത്തിപ്പിടിച്ച് ഒരല്പസമയം ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. എനിക്കിന്ന് പകൽ നിങ്ങളോട് പറയാൻ ഒറ്റ ദൂതേ ഉള്ളൂ. നിങ്ങളെ ചുറ്റിച്ച ചില വിഷയങ്ങളുടെ മുമ്പിൽ അതിൻ്റെ അടിത്തറ തകരുന്നത് നിങ്ങൾ കാണാൻ പോവാ. നിങ്ങളെ കഴിഞ്ഞ നാളുകളായി ചുറ്റിക്കുന്ന ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ, ദൈവം ഗിദെയോനെ കാണുമ്പോൾ അവനൊരു മുന്തിരിച്ചക്കിൻ്റെ അരികിൽ ഒളിച്ചിരിക്കുക. പക്ഷേ ആർക്കുന്നവൻ്റെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് നടക്കും, ആർക്കുന്നവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം നടക്കും. എന്നും നീ ഒളിച്ചിരിക്കേണ്ടവനാകത്തില്ല, നിന്നെ ദൈവം ഒരു അധികാരമുള്ളവനാക്കി മാറ്റും. ശബാരാധരാധര. ക്രിസ്ത്യ ജീവിതത്തിൽ ഒളിച്ചിരിക്കുന്ന ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ പറയുകയാ, നിന്റെ ആർപ്പ് വെറും ഒച്ചവെപ്പല്ല, നിന്റെ ആർപ്പ് വെറും ബഹളമല്ല. ഈ ആർപ്പ് നിന്റെ ആത്മീക അധികാരത്തെ ഷിഫ്റ്റ് ചെയ്യുകയാ, ഇത് നിന്നെ അപ്ഡേറ്റ് ചെയ്യുകയാ, ഇത് നിന്റെ സോഫ്റ്റ്വെയറിനെ ബലപ്പെടുത്തുകയാ. സ്തോത്രം. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം പഠിക്കുമ്പോൾ, ആർക്കുമ്പോൾ ഭീതി പരക്കപ്പെടുകയാണ്. അപ്പോൾ ആർക്കാൻ തുടങ്ങുമ്പോൾ ചില അന്തരീക്ഷങ്ങൾ മാറും കേട്ടോ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ യോഗത്തിൻ്റെ സമാപന സമയത്ത് നിങ്ങൾ ദൈവം ഏൽപ്പിച്ച കൃപയ്ക്കനുസരിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ വീടിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില അന്തരീക്ഷങ്ങൾ ഇന്ന് പകൽ മാറും. ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന ജീവജാലങ്ങളെ പഠിക്കുമ്പോൾ അവയെല്ലാം ഏറ്റവും കൂടുതൽ ദൈവം പ്രോത്സാഹിപ്പിക്കുന്നത് കരയാനല്ല, അവയെ ഏറ്റവും കൂടുതൽ ദൈവം പ്രോത്സാഹിപ്പിക്കുന്നത് ആർക്കാനായിട്ടാണ്. സ്തോത്രം. വിവിധ ജീവജാലങ്ങളെ ഞാൻ ബൈബിളിൽ നിന്ന് പരിചയപ്പെടുത്താം. 1 ദിനവൃത്താന്തം 16:33 വാക്യങ്ങൾ വായിക്കുന്നില്ല, നിങ്ങൾ അത് എഴുതിയെടുത്തോ. 1 ദിനവൃത്താന്തം 16:33 അവിടെ കാണുക, വനത്തിലെ വൃക്ഷങ്ങൾ ആർക്കും. അപ്പം വൃക്ഷ ലതാദികളെ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ആർക്കാനായിട്ടാ. അപ്പം തന്നെ സങ്കീർത്തനം 96:12-13 വാക്യം, വയലും അതിലുള്ളതൊക്കെയും ആർക്കും. അപ്പോൾ വയലിനെ ദൈവം നിർമ്മിച്ചത് എന്തിനാ? ഇത് അൾട്ടിമേറ്റ് ഫോം, ദൈവത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ ഉദ്ദേശം വയൽ എന്ത് ചെയ്യണം? ആർക്കണം. സ്തോത്രം. യെശയ്യാ 55:12, മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും. അപ്പം മലകളെ ദൈവം നിർമ്മിച്ചത് എന്തിനാ? ആർക്കാനായിട്ടാ. സങ്കീർത്തനം 97:1, സമുദ്രവും നദിയും ദ്വീപുകളും പൊട്ടിയാർക്കും. ലൂക്കോസ് 19:40 യേശു പറയുക, ഈ കല്ലുകൾ ആർക്കും.
ഈ വെള്ളാരം കല്ലുകൾ എന്ത് ചെയ്യും? ആർക്കും. അപ്പൊ ദൈവം സൃഷ്ടിച്ച സുന്ദര ഭൂമിയിൽ സകല ജീവജാലങ്ങളെയും ദൈവം ആക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ആർക്കാനാ? സ്തോത്രം. വിവിധ തരം ആർപ്പുകളെ കുറിച്ച് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ഇവിടെ പറയുക, മലകളാർക്കും, കുന്നുകളാർക്കും, വനത്തിലെ വൃക്ഷങ്ങളാർക്കും, വയലും അതിലുള്ളതൊക്കെയും ആർക്കും, സമുദ്രമാർക്കും, സ്തോത്ര കല്ലുകളാർക്കും. 38:6 പറയാ, ദൂതന്മാരാർക്കും. 150 സങ്കീർത്തനത്തിന്റെ 6 വാക്യം പറയുക, ജീവനുള്ളതൊക്കെ ആർക്കട്ടെ. ഇനി വെളിപ്പാട് 19:1, സ്വർഗം ആർക്കും. അപ്പൊ സൗണ്ട് അലർജി ഉള്ളവരൊന്നും സ്വർഗത്തിൽ പോകാൻ ശ്രമിക്കുക വേണ്ട കേട്ടോ. നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലമല്ല സ്വർഗം. സ്തോത്രം. എനിക്ക് സൗണ്ട് കേൾക്കാൻ വയ്യ എന്നുള്ളവരോട് ഞാൻ പറയാ, ദയവ് ചെയ്ത് നിങ്ങൾ സ്വർഗത്തിൽ പോകാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യരുത്. കാര്യം നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം അല്ലത്. അത് അവിടെ ഉള്ളവരും ആർക്കുക, അതും ആർക്കുക. സ്തോത്രം. ചിലർക്ക് ഈ ഒച്ചയൊക്കെ കേൾക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയാം, നിങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയേ വേണ്ട. കാര്യം നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം അല്ലത്. സ്തോത്രം. 6 തരം വാർപ്പിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താൻ പോവാം. നിന്റെ ലൈഫിൽ ഈ പകലതുണ്ടാവും. സ്തോത്രം. ഒന്നാമത്തെ ആർപ്പ് പുറപ്പാട് 15:1. ഇത് ഷൗട്ട് ഓഫ് ഡെലിവറൻസ്. എല്ലാവരും ഉറക്കെ പറ, വിടുതലിൻ്റെ ആർപ്പ്. എത്ര കൊല്ലത്തെ പരിധി ഉണ്ടെന്നുള്ളതോ എത്ര കൊല്ലത്തെ പരിമിതി ഉണ്ടെന്നുള്ളതോ ഒന്നും വിഷയമല്ല. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തെ നോക്കി ഞാൻ ആത്മാവി പ്രവചിക്കുക, ഇതുവരെ സംഭവിക്കാത്ത ഒരു വിടുതലിൻ്റെ ആർപ്പ് ഉറപ്പുള്ള എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഇന്ന് വരെ അനുഭവിക്കാത്തൊരു വിടുതലിൻ്റെ ആർപ്പ് എൻ്റെ ലൈഫിൽ ദൈവം സമ്മാനിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ. ആരൊക്കെ നിന്നെ കതിരിട്ടാലും, ആരൊക്കെ നിന്നെ പുറത്തു പോകാൻ അനുവദിക്കാതിരുന്നാലും, ആരൊക്കെ നിന്റെ ജീവിതത്തിന് നേരെ മതിലുകൾ കെട്ടിയാലും, ഹല്ലേലൂയ, എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയാൻ പറയുന്നു, നിന്റെ ആർപ്പിന് വേണ്ടി ഒരു പുതുവഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. ഞാൻ എൻ്റെ വാളൂരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും, എൻ്റെ ആശ പൂർത്തീകരിക്കുമെന്നൊക്കെ ശത്രു പറയുമ്പോൾ അവൻ്റെ റേഡിയസിനകത്തു നിന്ന്, അവൻ്റെ ആ മൊബൈൽ ഡയറക്ഷൻ അകത്തു നിന്ന്, അവൻ്റെ റേഞ്ചിനകത്തു നിന്ന് നീ പുറത്തു വരത്തില്ലെന്ന് ശത്രു പറയുമ്പോൾ, ഈ പകൽ നിങ്ങളെ നോക്കി ഞാൻ ആത്മാവി പറയുകയാ, ഇതുവരെ സംഭവിക്കാത്ത ഒരാർപ്പ് നിന്റെ ലൈഫിൽ തരത്തക്കവണ്ണം. സ്തോത്രം. ഈ പുറപ്പാട് 15 ആർത്തത് ഓരോ വ്യക്തികളും ആർത്തു അല്ലേ? ഓരോ വ്യക്തികളും എക്സ്പീരിയൻസ് ചെയ്തില്ലേ? ഓരോ വ്യക്തികളും അനുഭവിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിലെ ഒരു വ്യക്തിപരമായ അനുഭവം ആക്കി ദൈവം മാറ്റും. എല്ലാ ദൈവവേദനയും അനുഭവിക്കാൻ പറ്റുന്നതായി വിടുതൽ. കുഞ്ഞുകുട്ടി ആവാല വൃത്തം എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്ന ഒരാർപ്പാ വിടുതലിൻ്റെ ആർപ്പ്. ഈ സഭായോഗം തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഉറക്കെ പറ, എനിക്ക് വ്യക്തിപരമായി അനുഭവിക്കത്തക്ക നിലയിൽ ഒരത്ഭുതം എൻ്റെ ലൈഫിൽ ദൈവം. സ്തോത്രം. ഇനി രണ്ടാമത്തെ ഒരാർപ്പുണ്ട്. 1 ശമൂവേൽ 17:52. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ ശക്തി റിലീസ് ചെയ്യപ്പെടുമ്പോൾ 17-ാമത്തെ അധ്യായത്തിൻ്റെ 52-ാമത്തെ വാക്യം. ഇസ്രായേലും യഹൂദരും പുറപ്പെട്ട് ആർത്തും കൊണ്ട് ഗത്തും എക്രോൻ വാതിലുകളും വരെ ഫെലിസ്ത്യരെ പിന്തുടർന്നു. ഫെലിസ്ത്യ ഹതന്മാർ ശൈരേമിനുള്ള വഴിയിൽ ഗത്തും എക്രോനും വരെ വീണ് കിടന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ രണ്ടാമത്തെ ഒരാർപ്പ ഭയപ്പെട്ടു നിന്നവർ, തോൽവിയെ പേടിച്ചു നിന്നവർ. ഇല്ല, പരീക്ഷയൊക്കെ എഴുതുന്ന സമയമല്ലേ, മക്കളെയൊക്കെ നോക്കി ഞാൻ പറയാ, ദൈവം നിന്റെ ലൈഫിൽ ഒരാർപ്പ് തരും. ഷൗട്ട് ഓഫ് വിക്ടറി. ഈ പ്രാർത്ഥിച്ചതൊന്നും വെറുതെ അല്ല. തോൽവിയെ ഭയക്കുകയും വേണ്ട.
ഈ പരീക്ഷാകാലത്ത് ഒരു ജയത്തിൻ്റെ ഘോഷം നിൻ്റെ ലൈഫിൽ ദൈവം തരുമെന്ന് ഉറപ്പുള്ള ആരൊക്കെ നടക്കത്തില്ലെന്ന് പറഞ്ഞാലും, ആരൊക്കെ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞാലും, നിങ്ങളെ നോക്കി ഞാനിന്ന് പകൽ ആത്മാവി പറയുകയാ, നിൻ്റെ ലൈഫിൽ വിടുതലിൻ്റെ ആർപ്പ് വരുന്നത് പോലെ തന്നെ വിജയത്തിൻ്റെ ആർപ്പും വരും. സ്തോത്രം, 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 സ്തോത്രം. ഇനിയും വേറൊരാർപ്പുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. യെശയ്യാവ് 61:17 വാക്യം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ. അപ്പം ഇത് ഷൗട്ട് ഓഫ് സാൽവേഷൻ, ഷൗട്ട് ഓഫ് റിസ്റ്റോറേഷൻ. ബദ്ധന്മാർക്ക് വിടുതൽ നൽകാൻ, ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടാൻ. ഇവിടെ പറയുന്നത് ഉദ്ധാരണത്തിൻ്റെ ആർപ്പിനെ കുറിച്ചാണ്. 4-ാം വാക്യം പറയുന്നത് കേട്ടോ, പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജല സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇന്ന് പകൽ നിങ്ങളൊന്ന് വിശ്വസിക്ക്. തലമുറ തലമുറയായി ശൂന്യമായി കിടന്ന ചില അനുഭവത്തെ ദൈവമൊന്ന് റിസ്റ്റോർ ചെയ്ത്, വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഇതിനകത്തിരിപ്പുണ്ട്. ഞാൻ നിങ്ങളെ നോക്കി ഇന്ന് പകൽ ആത്മാവി പ്രവചിക്കുക, തലമുറ തലമുറയായി ശൂന്യമായി കിടന്ന ചില സ്ഥലങ്ങളെ ദൈവം ഇന്ന് പകൽക്കാലം റിസ്റ്റോർ ചെയ്യാൻ പോകുക. ഇനി 4-ാമത്തെ ഒരു അർപ്പുണ്ട്. സെഖര്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. ഇതെന്തിൻ്റെ ആർപ്പാന്നറിയോ? ഷൗട്ട് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ആർപ്പ്. നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. ഇനി 5-ാമത്തെ ഒരു ആർപ്പുണ്ട്. യെശയ്യാവ് 58:1. അതിനെക്കുറിച്ച് ഒറ്റ വാക്കി പറയാൻ പറ്റും, എ പ്രോഫറ്റിക്കൽ ഷൗട്ട്. 58-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? 6-ാം വാക്യം. അന്യായ ബന്ധനങ്ങൾ അഴിയും, നുഖത്തിൻ്റെ അമിക്കേറുകൾ അഴിയും, പീഡിതർ സ്വതന്ത്രരാകും, എല്ലാം നുഖവും തകരും. അങ്ങനെയാണ് ഇന്ന് പകൽക്കാലം ഒരു പ്രോഫറ്റിക്കൽ ഡിക്ലറേഷൻ. ജീവിതത്തിൽ കെട്ടിവെച്ച ചില കെട്ടുകളെ ദൈവം അഴിക്കുന്നതിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഒന്ന് ആർക്കുവാൻ എത്ര ദൈവമക്കൾ തയ്യാറാ? സ്തോത്രം. എ പ്രോഫറ്റിക്കൽ ഷൗട്ട്. ഞാൻ ഇന്ന് പകൽ നിങ്ങളെ 5 ആർപ്പുകളെ കുറിച്ച് പരിചയപ്പെടുത്തി. 1, വിടുതലിൻ്റെ ആർപ്പ്. 2, വിജയത്തിൻ്റെ ആർപ്പ്. 3, ഉദ്ധാരണത്തിൻ്റെ ആർപ്പ്. 4, രക്ഷയുടെ ആർപ്പ്. 5, പ്രവാചകന്റെ ആർപ്പ്. അവസാനമായിട്ട് ഒരാർപ്പിനെ പറഞ്ഞ് എൻ്റെ വാക്ക് ചുരുക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം ഒന്ന് ശ്രദ്ധിച്ചേ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയോ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വമേറ്റിരിക്കുന്നു. നാം സന്തോഷിച്ചുല്ലസിച്ച് അവനും മഹത്വം കൊടുക്ക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്നു. ഇതൊരാർപ്പാ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ പ്രത്യാശയാ. ഷൗട്ട് ഓഫ് എറ്റേണൽ ജോയ്, ഷൗട്ട് ഓഫ് എറ്റേണൽ ജോയ്, നിത്യാനന്ദത്തിൻ്റെ ആർപ്പ്. നാം അനുഭവിക്കുന്ന ഒരു ദിവസം വരാൻ പോവാ. ഈ കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം വഴിയും, പിന്നൊരു പുതുയുഗം വിരിയും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശിക്ഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ആ സുന്ദര ദിവസം. എബ്രായ ലേഖനം 12:2 പറയുന്നത് പോലെ ക്രൂശ് എന്ന അപമാനത്തെ സന്തോഷത്തോടെ സഹിച്ച ദൈവമക്കൾ പ്രതിഫലത്തിന്റെ കിരീടത്തെ തലയിൽ ധരിച്ച് നമ്മുടെ രാജാവിന്റെ മുഖം കാണുന്ന ആ സുന്ദര ദിവസത്തിൽ നമ്മുടെ കണ്ണീർ നമുക്ക് കണ്ണുനീരല്ല തുടയ്ക്കുന്ന ആ ദിവസത്തിൽ
എത്ര പേർക്ക് അപ്രത്യാശയുണ്ട്? ചേർന്ന് പറ, ഈ കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നൊരു പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. നമ്മുടെ പ്രതിഫലം നൽകുവാൻ നമ്മുടെ യേശുരാജൻ വന്നിടാൻ സമയമായെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആ കര ഉയർത്തിപ്പിടിച്ച് ശക്തിയോട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഇന്ന് പകൽ ഇവിടെ നാർക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാഥനെ നാം മുഖാമുഖം കണ്ട്, അവൻ്റെ സുന്ദര മുഖം കണ്ട് ആർക്കുന്ന ഒരു പ്രത്യാശയുടെ ദിവസമുണ്ട്. നിത്യാനന്ദം നമ്മുടെ തലയിൽ വഹിക്കുന്ന ആ ദിവസം, സത്യശുദ്ധ പാതയിൽ ഓടിയവരൊക്കെ അപ്രതിഫലം പ്രാപിക്കുന്ന സുന്ദര ദിവസം. ആ ദിവസത്തെ പ്രത്യാശയുടെ കണ്ടുകൊണ്ട് ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ ആരോഗ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ചേർന്ന് പാടി പ്രത്യാശയോട് ദൈവത്തെ സ്തുതിച്ചാട്ട്.